ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ പ്രൊമോയിൽ കാണിച്ച ആദിലയും അനീഷും തമ്മിലുള്ള ഇഷ്യൂ ലൈവിൽ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇരിക്കുന്നുണ്ട്. അനു, ആദില, നൂറ എല്ലാവരും ബെഡ്റൂമിൽ പോയി കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അനീഷ് വന്ന് ആദിലയോട് പറയുന്നു പാത്രം കഴുകാൻ. ജിഷിനെല്ലാം പാത്രം കഴുകി അവരവർ കഴുകേണ്ടത് കഴുകി പോയിട്ടുണ്ട്. ആദിലയ്ക്കാണ് ഇനി ബാക്കി ഇവിടെ പാത്രങ്ങളുള്ള ഒരു 2 വലിയ പാത്രമുണ്ട്. അത് കഴുകാൻ വേണ്ടിയിട്ട് അനീഷ് ആദിലയോട് പറയുന്നു. ആദില പറയുന്നു നിങ്ങൾ പറയണ്ട, ഞാൻ വന്ന് ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ അനീഷ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദില ഇറിറ്റേറ്റഡ് ആവുന്നു. അതിനിടയ്ക്ക് അനു അനീഷിനോട് പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്നതെന്ന് പറയുമ്പോൾ അനീഷ് പതുക്കെ സൈഡിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദില തലയിൽ കൂടെ പൊതിച്ച് കിടക്കുകയാണ്. അങ്ങനെ അനീഷ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അനീഷ് വരുന്നു, ആദിലയോട് പറയുന്നു. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ അനീഷിൻ്റെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷേ പിന്നീട് ആദില ഈ കാണിച്ചു കൂട്ടിയത് വല്ലാതെ ഓവറുമായി. അങ്ങനെ ആദില അവിടുന്ന് എണീക്കാതെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ചൊറിച്ചിൽ എൻ്റെ അടുത്ത് എടുക്കേണ്ട, ചൊറിയാൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോയി ചൊറിഞ്ഞു എന്നൊക്കെ അനീഷിനോട് പറയുന്നുണ്ട്. അങ്ങനെ ആദില കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അനീഷ് പറയുന്നു ഞാൻ തന്നെ പാത്രം കഴുകിക്കോളാം എന്ന് പറഞ്ഞ് പോകുന്നു. ഇത് കണ്ടതും ആദില എണീറ്റ് അനീഷിൻ്റെ പില്ലോവും ബെഡ്ഷീറ്റും എല്ലാം എടുത്ത് വലിച്ച് താഴെ ഇടുന്നുണ്ട്. അങ്ങനെ കിച്ചണിലേക്ക് പോയി അങ്ങോട്ട് തട്ടി തെറിപ്പിച്ച് അനീഷ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ട് തട്ടി തെറിപ്പിച്ച് അനീഷിൻ്റെ ദേഹത്തും കുറച്ച് തെറിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സ്പൂണെല്ലാം തെറിച്ച് താഴെ വീണു. അതിനിടയ്ക്ക് ഷാനവാസ് വന്ന് പറയുന്നു 2 പേരുടെ സൈഡിലും തെറ്റുണ്ടെന്ന്. അനീഷ് ഈ പറഞ്ഞുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്നും അതുപോലെ തന്നെ ആദിലയോട് അനീഷിൻ്റെ ദേഹത്തൊന്നും ഇങ്ങനെ തെറിപ്പിച്ച് ഇത്ര കാണിച്ചത് അത്ര ശരിയായില്ലെന്ന് ഷാനവാസ് പറയുന്നു. ഈ വൃത്തികെട്ട സാധനത്തിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അതിൻ്റെ ഇടയ്ക്ക് ആദില അനീഷിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനിടയ്ക്ക് ആദിലയുടെ സൈഡ് പിടിച്ച് ജിഷൻ പറയുന്നു എന്നോടാണെങ്കിലും ഞാനും ചെയ്യില്ലായിരുന്നു. നെവിനും പറയുന്നു ആദില ചെയ്തത് തന്നെയാണ് ശരിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അനീഷിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിലും തെറ്റുണ്ടെന്ന് തന്നെയാണ് ഷാനവാസും പറയുന്നത്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അനീഷ് തിരിച്ചൊന്നും പറയില്ല എന്നുള്ളത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എന്ത് പ്രശ്നം വന്നാലും അനീഷിന്റെ മേലെ എല്ലാവരും ചെന്ന് കുതിര കയറുന്നു. അതിൽ പതുക്കെ ഒന്ന് റിയാസിലിന്റെ ആ ഒരു ട്രാക്കൊക്കെ ഒന്ന് പിടിച്ചു നോക്കുകയാണോ എന്നുള്ളത് സംശയമില്ലാതെ ഇല്ല. എന്ത് തന്നെയായാലും നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേഷ്യപ്പെടുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ സാധനങ്ങൾ വലിച്ചെറിയുന്നതും ഈ ഓവർ ദേഷ്യം കാണിക്കുന്നതൊക്കെ കൺട്രോൾ ചെയ്യുന്നേ വേണമെന്ന്. അതിലേക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം.